Hello kids. Very good morning to all. How are you today? Are you fine? Yes, very nice. Let's start today's class. Are you ready? Okay. In our last class, we learned animals. Did you remember? Okay. Let me ask some questions. Are you ready? Yes. Then first question is, which is our national animal? Which is our national animal? നമ്മുടെ ദേശീയ മൃഗം ഏത്? Tell me. Wow, very good. Tiger. Tiger. Which is our national animal? Tiger. Then biggest land animal. Biggest land animal. കരയിൽ വെച്ച് ഏറ്റവും വലിയ അനിമൽ ഏതാണ്? Elephant. Very good. Elephant. Then tallest animal. Which is tallest animal? Yes. Giraffe. Giraffe. It has long neck. Is it? Yes. Okay. Shall we move to next topic? Yes. Today we are going to learn about birds and insects. Birds and insects. Birds and insects. Birds and insects. Birds, പക്ഷികൾ. Birds, പക്ഷികൾ. Insects, ചെറിയ പ്രാണികൾ. ചെറിയ പ്രാണികൾ. ചെറു പ്രാണികൾ. Okay. Birds, പക്ഷികൾ. Insects, ചെറു പ്രാണികൾ. Let's learn first about birds. Are you ready? Okay. Kids, have you seen any birds? ഏതെങ്കിലും പക്ഷികളെ കണ്ടിട്ടുണ്ടോ? Yes? Yes. We have seen a lot of birds around us. നമുക്ക് ചുറ്റും ധാരാളം പക്ഷികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. All birds have wings. They can fly. എല്ലാ പക്ഷികൾക്കും എന്തുണ്ട്? വിങ്സ് ഉണ്ട്. സോ അവർക്ക് പറക്കാൻ കഴിയും. Is it? Yes. Children, now we are going to learn the name of some birds. Now I will show you some pictures. Let's see. Okay kids, look here. These are some birds. Parrot, pigeon, peacock, crow, sparrow, crane. Once again, parrot, pigeon, peacock, crow, sparrow, crane. Parrot. Parrot, tata. Parrot, tata. Do you know what is the color of parrot? Yes, green. Green. പച്ച നിറമാണ് തത്തയ്ക്ക്. Isn't it? Yes. Then പാരറ്റിനെ സ്പീക്കിംഗ് ബേർഡ് എന്ന് കൂടി അറിയപ്പെടുന്നു. പാരറ്റിനെ സ്പീക്കിംഗ് ബേർഡ് എന്ന് കൂടി അറിയപ്പെടുന്നു. കാരണം എന്താ? തത്തമ്മ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? തത്തമ്മേ പൂച്ച പൂച്ച മ്യാവ്. അല്ലേ? ചില വീടുകളിൽ പാരറ്റിനെ വളർത്താറുണ്ട്. അവർ പറഞ്ഞു കൊടുക്കുന്നത് പോലൊക്കെ പാരറ്റ് സംസാരിക്കും. ഓക്കെ. ദെൻ പാരറ്റ്. പാരറ്റ്. What is the color of parrot? Green. The next,
pigeon. Pigeon. Did you see pigeon? കണ്ടിട്ടുണ്ടോ? ചില വീടുകളിലൊക്കെ വളർത്താറുണ്ട് അല്ലേ? യെസ്, pigeon, പ്രാവ്. pigeon, പ്രാവ്. The next, peacock. Peacock, mile. Peacock, mile. Peacock is our national bird. Peacock is our national bird. നമ്മുടെ ദേശീയ പക്ഷിയാണ് peacock. Now tell me, which is our national bird? Yes, peacock. Peacock is our national bird. Peacock is very beautiful to see and feathers are very nice. മയിലിനെ കാണാൻ വളരെ ഭംഗിയാണ് അല്ലേ? വളരെ ഭംഗിയുള്ള ഒരു ബേർഡാണ് മയിൽ. അതിൻ്റെ ഫെതേഴ്സ് കണ്ടിട്ടുണ്ടോ? തൂവൽ കണ്ടിട്ടുണ്ടോ? യെസ്, വളരെ ഭംഗിയുള്ള തൂവലുകളാണ് അല്ലേ? ഇറ്റ് ഈസ് എ ഡാൻസിങ് ബേർഡ്. ഇതൊരു ഡാൻസിങ് ബേർഡ് കൂടിയാണ്. എപ്പോഴാണ് പീക്കോക്ക് ഡാൻസ് ചെയ്യാറ് അറിയോ? മഴ വരുമ്പോഴാണെന്നാ പറയുക അല്ലേ? മഴ വരുമ്പോൾ പീക്കോക്ക് ഡാൻസ് ചെയ്യും. ഓക്കെ, ഇതിനെ ഒരു ഡാൻസിങ് ബേർഡ് കൂടി പറയപ്പെടുന്നു. ഓക്കെ, നൗ ടെൽ മീ, വിച്ച് ഈസ് അവർ നാഷണൽ ബേർഡ്? പീക്കോക്ക്. പീക്കോക്ക്. ദെൻ നെക്സ്റ്റ്, crow. Crow, കാക്ക. Crow is in black color. ബ്ലാക്ക് കളറിലാകുന്നുല്ലേ? ക്രോയുടെ കളർ എന്താണ്? ബ്ലാക്ക്, കറുപ്പ് നിറത്തിലാണ് കാക്ക. നമ്മുടെ പരിസരം വൃത്തിയാക്കുന്ന പക്ഷി എന്നറിയപ്പെടുന്നു. കാരണം എന്താ? നമ്മൾ വലിച്ചെറിയുന്ന വേസ്റ്റുകൾ കൊത്തിപ്പെറുക്കി കഴിക്കും അല്ലേ? അതുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്. ഓക്കെ, വിച്ച് ബേർഡ് ക്ലീൻസ് അവർ സറൗണ്ടിങ്? വിച്ച് ബേർഡ് ക്ലീൻസ് അവർ സറൗണ്ടിങ്? യെസ്, ക്രോ. നമ്മുടെ പരിസരം വൃത്തിയാക്കുന്ന ബേർഡ് ഏതാണ്? ക്രോ. ക്രോ. വിച്ച് ബേർഡ് ക്ലീൻസ് അവർ സറൗണ്ടിങ്? ക്രോ. നമ്മുടെ പരിസരം വൃത്തിയാക്കുന്ന ബേർഡ് ഏതാണ്? ക്രോ. ക്ലിയർ ഇറ്റ്? ഓക്കെ, ദെൻ നെക്സ്റ്റ്, സ്പാരോ. സ്പാരോ. സ്പാരോ, കുരുവി. സ്പാരോ, കുരുവി. ഇറ്റ് ഈസ് എ സ്മോൾ ബേർഡ്. ഇതാണ് ഏറ്റവും ചെറിയ ബേർഡാണ് സ്പാരോ. സ്പാരോ, കുരുവി. Then next, crane. Crane, കൊക്ക്. Crane, കൊക്ക്. Clear it? I will repeat it again. Parrot, pigeon, peacock, crow, sparrow, crane. Clear it? These are some birds. Okay, kids, we learn birds. The next, let's learn about some insects. Are you ready? Okay. Insects are very small, but insects എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രാണികളാണ്. എന്നാൽ അവ താമസിക്കുന്നത് ഒരുമിച്ചാണ്. ഗ്രൂപ്പായിട്ടാണ് അവർ താമസിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ആൻഡ്. ആൻഡ്, ഉറുമ്പ്. ആൻഡ്, ഉറുമ്പ്. ഉറുമ്പിനെ കണ്ടിട്ടില്ലേ? അതല്ലേ, അവര് കൂട്ടമായിട്ടല്ലേ, ഗ്രൂപ്പായിട്ട് കൂട്ടമായിട്ടാണ് താമസിക്കുന്നത്. ലൈനായിട്ട് ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടില്ലേ? കൂട്ടത്തോടെ ലൈനായിട്ട് ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടില്ലേ? യെസ്, അവർ insects are very small, but they are living groups. ചെറിയ ജീവികളാണ്, എന്നാൽ അവർ ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഓക്കെ, then I will show you some
pictures. Children, look here. These are some insects. Honeybee, mosquito, fly, butterfly, dragonfly, ladybug. Once again, honeybee, mosquito, fly, butterfly, dragonfly, ladybug. Honeybee, തേനീച്ച. Honeybee, തേനീച്ച. Mosquito, കൊതുക്. Mosquito, കൊതുക്. Fly, ഈച്ച. Fly, ഈച്ച. Butterfly, പൂമ്പാറ്റ. Butterfly, പൂമ്പാറ്റ. Butterfly is a beautiful insect. ഭംഗിയുള്ള ഒരു ഇൻസെക്റ്റാണ് ബട്ടർഫ്ലൈ. Dragonfly, തുമ്പി. Ladybug, പൊന്നാമ എന്നൊക്കെ പറയും. ഓക്കെ, ചുവപ്പ് നിറത്തിൽ ബ്ലാക്ക് ഡോട്ടോട് കൂടിയ ഒരു ചെറിയ പ്രാണിയാണ് ladybug. Once again, honeybee, mosquito, fly, butterfly, dragonfly, ladybug. These are some insects. Okay kids, now we learn some birds and some insects. Isn't it? Yes. കുറച്ച് ബേർഡ്സിനെ കുറിച്ചും കുറച്ച് ഇൻസെക്ട്സിനെ കുറിച്ചും നമ്മൾ പഠിച്ചു. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി ഉണ്ട്. സോ ടേക്ക് ദിസ് പേജ് നമ്പർ 120. Birds and insects. These are some birds and insects. ഇതിൽ കുറച്ച് ബേർഡ്സ് ഉണ്ട്, കുറച്ച് ഇൻസെക്ട്സ് ഉണ്ട്. എന്താ പറഞ്ഞത്? റൈറ്റ് ബി ഫോർ ബേർഡ്സ് ആൻഡ് ഐ ഫോർ ഇൻസെക്ട്. ബേർഡ് ആണെങ്കിൽ ബി എന്ന് എഴുതാനും ഇൻസെക്ട് ആണെങ്കിൽ ഐ എന്ന് എഴുതാനുമാണ് പറഞ്ഞത്. Okay kids, let's do it. Are you ready? Okay. Write B for birds and I for insect. Bird ആണെങ്കിൽ ബിയും ഇൻസെക്റ്റ് ആണെങ്കിൽ ഐയും എഴുതണം. Are you ready? Okay. Then look at first picture. Pigeon. Pigeon is a bird or insect? Yes, bird. Pigeon is a bird. So, write here B. Bird in the first letter ആയ B ഇവിടെ എഴുതുക. Okay, pigeon is a bird. So, write here B. The next, honeybee. Bird or insect? Yes, insect. Honeybee is an insect. Honeybee ഒരു insect ആണ് അല്ലേ? Yes. Then write here I. Capital letter I. ഇൻസെക്റ്റിന്റെ ഫസ്റ്റ് ലെറ്റർ ആയ I എഴുതുക. Okay. The next, parrot. Parrot is a bird. So, write here B. The next, mosquito. Mosquito is an insect. So, write here I. Okay. The next, sparrow.
Sparrow is a bird. Sparrow is a bird. Then write here bee. Okay. The next fly. Fly is an insect. Fly ഒരു insect ആണ്. Isn't it? Yes. So write here I. I. The next peacock. Peacock. Peacock is a bird. So write here B. Crow. Crow is a bird. Crow is a bird. So you should write here B. The next butterfly. Butterfly is an insect. Butterfly is a beautiful insect. We have learned. Isn't it? Yes. Butterfly ഒരു ഭംഗിയുള്ള ഇൻസെക്റ്റ് ആണ്. Then ഇവിടെ എന്തെഴുതണം? Yes, I. I. Okay. The next dragonfly. Dragonfly. Dragonfly is an insect. Insect ആണ് dragonfly. Then write here I. Ladybug. Ladybug is an insect. Ladybug is an insect. So write here I. Then last one is crane. Crane. Is it bird or insect? Yes, bird. Crane is a bird. So write here B. Clear it? Clear it? Then once again pigeon, bird. Honeybee, insect. Parrot, bird. Mosquito, insect. Fly, insect. Sparrow, bird. Peacock, bird. Crow, bird. Butterfly, insect. Dragonfly, insect. Ladybug, insect. Then crane, bird. Clear it? Bird ആണെങ്കിൽ B എഴുതുക, insect ആണെങ്കിൽ I എഴുതുക. Okay kids? Okay. Hey kids, today we learned some birds and insects. Did you understand? I hope you have understood. Bye. See you in next class.